നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 508 508. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 508. ഇന്നലെ 3-ാം സർഗം അവസാനത്തെ 36-ാമത്തെ ശ്ലോകം. അത് സർഗം എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ, ധർമ്മവിചാരം, പുത്രദാനം. അതിൽ 36-ാമത്തെ ശ്ലോകം അവസാനത്തത് എന്തായിരുന്നു? തന്നെ ശാസിച്ചളവിൽ ഒരു നാൾ അച്ഛനെ പോലും അയാൾ തന്നെത്താൻ ചെന്ന് അതികഠിനനാം ചങ്ങലയ്ക്കിട്ടു ദുഷ്ടൻ. മാന്യം മന്യൻ മഹിതമധുരമണ്ഡലത്തിങ്കൽ വാണാൻ തന്നിഷ്ടം പോലൊരുവനെയും ഈ മണ്ണിൽ മാനിച്ചിടാത്തോൻ. സംഭവബഹുലമായ ഒരു കലികാല പ്രത്യക്ഷ സ്ഥിതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ സന്ധ്യാസമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാതസന്ധ്യ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കേണ്ട മുമ്പ് തുടങ്ങും, സൂര്യൻ ഉദിക്കണ വരെ. അത് മധ്യാഹ്ന സന്ധ്യ 12 മണിക്ക്. സായം സന്ധ്യ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ അസ്തമിക്കണതിൻ്റെ മുമ്പും അസ്തമിച്ച് 15 മിനിറ്റും. അങ്ങനെയാണ് ഒരു മുഹൂർത്തം, ഒരു നാഴിക ഇട്ട പറയാം, 3/4 മണിക്കൂർ ഇട്ട പറയാം. അപ്പോൾ അതേപോലെ ദ്വാപരയുഗത്തിൻ്റെ അവസാനം ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്തതിൻ്റെ ശേഷമാണ് കലിയുടെ പ്രഭാവം, കലിയുഗത്തിൻ്റെ പ്രഭാവം നമ്മൾ തുടങ്ങിയത്. പക്ഷേ അപ്പോൾ അതിനൊരു 100-125 വർഷം മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജനനം സമയത്ത് തന്നെ ഇതേപോലെ ഉള്ള, അല്ലെങ്കിൽ ഏത് യുഗങ്ങളിലും അങ്ങനെയും പറയണം, ത്രേതായുഗത്തിലും അതെ, കൃതയുഗത്തിൽ ആദ്യം കൃതയുഗത്തിൽ, പിന്നെ ത്രേതായുഗത്തിൽ, ദ്വാപരയുഗത്തിലൊക്കെ ആസുരീയ രാക്ഷസീയ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളൊരു സത്യം മാത്രമാണ്. അപ്പോൾ അതേപോലെ ഒരു മുഷ്കുള്ള ആളാണ് കംസൻ, അല്ലെങ്കിൽ പാപി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? തന്നിഷ്ടം പോലൊരുവനെയും ഈ മണ്ണിൽ മാനിച്ചിടാത്തോൻ എന്ന് പറഞ്ഞ് നിർത്തി. ഇനി നമ്മൾക്ക് 4-ാം സർഗം തുടങ്ങണം. ദേവകി ഗർഭവർണ്ണനം, കംസൻ്റെ ഭയപ്പാട്, ബ്രഹ്മാദി സ്തുതി. അതായത് മഹാവിഷ്ണു ചതുർഭുജനായിട്ട് ഇവർക്ക് കംസൻ്റെ 8-ാം നമ്പർ ജയിലിൽ, അതെ, അല്ലെങ്കിൽ 8-ാമത്തെ മുറിയിലെന്നൊക്കെ പറയാം, ഭഗവാൻ അവതാരം ചെയ്യുന്നതിൻ്റെ മുമ്പേ മഹാവിഷ്ണു ചതുർഭുജനായിട്ട് ദേവകീ ദേവിക്കും വസുദേവർക്കും ദർശനം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് സൂക്ഷ്മാവസ്ഥയിൽ ബ്രഹ്മാവും പരമശിവനൊക്കെ വന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, അവർക്ക് അറിയാം. എങ്ങനെയാ? അത് 1-ാമത്തെ ശ്ലോകം നോക്കുക. ഏഴാമതും ദേവകിക്ക് ഗർഭമൊന്നു മഹോജ്വലം. 6 കഴിഞ്ഞു കിട്ടുമോ? എല്ലാവരെയും കൊല്ലും ചെയ്തുല്ലോ. 7-മതും ദേവകിക്ക് ഗർഭം 1 മഹോജ്വലം ഉണ്ടായത് അലസിപ്പോയതോർത്ത് മോദിച്ചു സർവരും. സത്യത്തിൽ അലസിപ്പോയതാണോ? അല്ല, അലസി കൊണ്ടുപോയി നിക്ഷേപിച്ചു രോഹിണിയുടെ ഗർഭത്തിൽ. അതാണ് ബലരാമൻ. സംഘർഷണം കൊണ്ട് ഉണ്ടായിട്ടുള്ളവൻ സംഘർഷണൻ. അപ്പോൾ ഉണ്ടായത് അലസിപ്പോയതോർത്ത് മോദിച്ചു സർവരും. ആരെ? ആസുരീയ പ്രകൃതികളെ. ആ ഭാഗ്യം രോഹിണിക്ക് അമ്പാർനേകി സർവേശ്വരാജ്ഞയാൽ. സർവേശ്വരൻ്റെ ആജ്ഞ കൊണ്ടാണ് എന്തും ഏതും നടക്കൂ. അത് ഈ ഭാഗവതം പഠിക്കണവരൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ എങ്ങനെയാ വഴിപാട് കൊണ്ട് എങ്ങനെയാ നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുക? കാരണം
ഇത് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ വീക്ക് മൈൻഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അങ്ങനെയാണ് ഈ ആസ്ട്രോളജിയുടെ ഒരു രീതി. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഭാഗ്യം രോഹിണിക്ക് അമ്പാർനേകി സർവേശ്വരാജ്ഞയാൽ മായാദേവി അറിഞ്ഞില്ല ആരും, മായാദേവി അറിഞ്ഞില്ലത് ആരും വ്യാസാതിരന്നിയേ. വ്യാസർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന്, വ്യാസഭഗവാൻ മാത്രമേ അറിയുള്ളൂ ദേവന്മാർക്കും. അക്കാലം രോഹിണീ ദേവി നന്ദഹേകത്തിൽ അങ്ങിനെ ഗർഭമാർന്നുള്ളിൽ ഏവർക്കും ആനന്ദം നൽകി വാഴവേ. അപ്പോൾ രോഹിണീ ദേവിക്ക് ഗർഭമായി അതിങ്ങനെ വികസിച്ച് വരുമ്പോൾ എല്ലാവർക്കും ആനന്ദം നൽകി വാഴവേ. വിശ്വമംഗളമായുള്ളോരവതാരം മനോഹരം. ഇനി കൃഷ്ണൻ്റെ അവതാരം വേണ്ടത്. വിശ്വമംഗളമായുള്ളോരവതാരം മനോഹരം. മനസ്സിന് ഹരമുള്ളതെന്നാണ് മനോഹരം എന്നുള്ളതിന് വാക്ക് പറയാം. അല്ലാണ്ട് അവിടെയും പോയി എന്താ പറയുക, ഒരു എപ്പോഴും നമ്മൾ അർത്ഥം അറിയാണ്ട് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഭയങ്കരമായിരുന്നു. വിവാഹം ഭയങ്കരം, തായമ്പകം ഭയങ്കരം. എന്ത് ഈ ഭയങ്കരം എന്ന് പറഞ്ഞാൽ? മനോഹരം എന്നാണ് പറയേണ്ടത്. നന്നായിരുന്നു, മനോഹരമായിരുന്നു. അപ്പോൾ പറഞ്ഞു വിശ്വമംഗളമായുള്ളോരവതാരം മനോഹരം കൈക്കൊള്ളുവാനോർത്ത് കനിവിൻ കടലാം കമലാവരൻ. ഈ മഹാവിഷ്ണു അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ ആരാ? കൈകൊള്ളുവാനോർത്ത് കനിവിൻ കടലാം കമലാവരൻ. കമല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മി എന്നർത്ഥം. കമല. അപ്പോൾ അദ്ദേഹം ആരാ? കനിവിൻ കടലാം. ആ പ്രാസത്തിന് വേണ്ടിയിട്ടാണ് അവിടെ കടൽ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ സമുദ്രം തന്നെയാണ് പറയാം. കൃപാ സിന്ധു. സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നാ. അപ്പോൾ വിശുദ്ധിയേന്തി വിലസും വസുദേവന്റെ മാനസം വിശ്വാത്മാവായ ഭഗവാൻ പ്രവേശിച്ചു ഗുണാലയൻ. വസുദേവരുടെ മനസ്സിലേക്ക് ഭഗവാൻ ആവേശിച്ചു. എന്നാലല്ലേ ഭഗവാൻ അവതാരം ചെയ്യാൻ പറ്റുള്ളൂ. വിശുദ്ധിയേന്തി വിലസും, വിശുദ്ധിയേന്തി വിലസും വസുദേവന്റെ മാനസം വിശ്വാത്മാവായ ഭഗവാൻ പ്രവേശിച്ചു ഗുണാലയൻ. അദ്ദേഹം അമ്പാർന്ന് ഒട്ടേറെ പ്രകാശം പൂണ്ടു പാരിതിൽ ഭൂമിയിൽ. അഖണ്ഡജ്ഞാനം ഉൾക്കൊണ്ട മഹാത്മാവെന്ന പോലവേ. അത് വസുദേവര് ഭഗവാന്റെ ചൈതന്യം സ്പഷ്ടമായിട്ട് വസുദേവ ഹൃദയത്തിൽ സ്ഫുരിച്ചപ്പോൾ അഖണ്ഡജ്ഞാനം ഉൾക്കൊണ്ട മഹാത്മാവെന്ന പോലവേ. അതന്നെയാണ് അർത്ഥം. പാരിതിൽ ഭൂമിയിലെ അഖണ്ഡജ്ഞാനം, ഖണ്ഡിക്കപ്പെടാൻ പറ്റാത്ത അത്ര അറിവ് എന്നർത്ഥം. ജ്ഞാനമുൾക്കൊണ്ട മഹാത്മാവെന്ന പോലവേ കൈക്കൊണ്ടാൾ വസുദേവങ്കൽ നിന്ന് ആ തേജസ് ദേവകി. ശിഷ്യൻ ഗുരുവിൽ നിന്ന് ആത്മജ്ഞാനം നേടുന്ന പോലവേ. അതായത് ഭർത്താവായിരിക്കുന്ന വസുദേവരിൽ നിന്ന് ഭാര്യയായിരിക്കുന്ന ദേവകി ദേവിയിലേക്ക് ആ അഖണ്ഡമായ ചൈതന്യം. അതുകൊണ്ടാണ് പൂർണ്ണാവതാരം എന്ന് പറയാൻ കാരണം. പൂർണ്ണാവതാരം വസുദേവരിൽ നിന്ന് പുത്രഭാവത്തിൽ ദേവകിക്ക് കിട്ടി. അതിനിവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് 3-4 ശ്ലോകത്തിൽ വരിയിൽ. ശിഷ്യൻ ഗുരുവിൽ നിന്ന് ആത്മജ്ഞാനം നേടുന്ന പോലവേ. ആത്മാവിനെ പറ്റിയിട്ടുള്ള അറിവ് ഗുരുശിഷ്യ സമ്പ്രദായത്തിൽ തന്നെ കിട്ടണം എന്നാണ് പറയണത്. അതിപ്പോൾ ഈ 11 രൂപ യജ്ഞവേദിയിൽ ആചാര്യന് കൊടുത്തതുകൊണ്ടായില്ല. എന്നാൽ 101 കൊടുത്താലാവോ? അതും പോരാ. കാശല്ല അവിടെ പ്രമാണം. ഗുരുവിനെ നമ്മൾക്ക് എത്ര സേവിക്കാൻ പറ്റി, അതിന് അനുഗ്രഹമുള്ളൂ. ഞാനതിൽ ഭാഗ്യവാനാണ്. അദ്ദേഹത്തിൻ്റെ എൻ്റയർ ഡെപ്പോസിറ്റാണ് അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്തു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് കൈക്കൊണ്ടാൻ വസുദേവങ്കിൽ നിന്ന് ആ തേജസ് ദേവകി. ശിഷ്യൻ ഗുരുവിൽ നിന്ന് ആത്മജ്ഞാനം നേടുന്ന പോലവേ.
ഹൃദയം വഴി ആ ജ്യോതിസ് ഉദരത്തിങ്കിലേക്കുടൻ ഹൃദയം വഴി ആ ജ്യോതിസ് ഉദരത്തിങ്കിലേക്കുടൻ പ്രവേശിക്കുന്നതായി തോന്നി ദേവികയ്ക്ക് അതിസുന്ദരം. ഒരു സുന്ദരമായിട്ട്, ഭയങ്കരതല്ല കേട്ടോ. താമരശ്ശേരിക്കും അല്ലെങ്കിൽ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിക്കും അല്ലെങ്കിൽ വ്യാസർക്കൊന്നും തെറ്റുപോയിട്ടില്ല. നമ്മൾ അല്പന്മാർ അർത്ഥം കിട്ടി അർദ്ധരാത്രിക്ക് കുട പിടിക്കാൻ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കരം ഭയങ്കരം. അപ്പോൾ ഹൃദയം വഴിയായി ആ ജ്യോതിസ് ഉദരത്തിങ്കിലേക്കുടൻ പ്രവേശിക്കുന്നതായി തോന്നി ദേവികയ്ക്ക് അതിസുന്ദരം. സുന്ദരമായിട്ടാണ് തോന്നിയത്. സ്വപ്നം കണ്ടാളന്നു താന ദേവിയുള്ളിൽ മഹാപ്രഭു ഗർഭസ്ഥനായി വിളങ്ങും പോലെത്രയും സ്പഷ്ടമാം വിധം. വളരെ സ്പഷ്ടമായിട്ടുള്ള സ്വപ്ന കണ്ടത്. ചുമർക്കണ്ണാടിയൊന്നാഞ്ഞു നോക്കി തന്നുടൽ മെല്ലവേ. ഈ കൃഷ്ണൻഭട്ടതിരി ഭയങ്കര, അതായത് ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ആളാണ് അല്ലേ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, എനിക്കിപ്പോൾ ഇതിനകത്ത് ശരിക്കും പറയാൻ അറിയില്ല. 2024 2000 കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ട് എന്ന് വേണമല്ലോ ഇതിന് പറയാം അല്ലേ. അപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ, കാരണം ഒരു 50 കൊല്ലമായി അദ്ദേഹത്തെ എഴുതി പോയിട്ട്, മനസ്സിലായില്ലേ. ആണെങ്കിൽ 19-ാം നൂറ്റാണ്ടെന്ന് പറയാം. അപ്പോൾ പറഞ്ഞു, ചുമർ കണ്ണാടിയൊന്നാഞ്ഞു നോക്കി തന്നുടൽ മെല്ലവേ. അതായത് തൻ്റെ പെങ്ങളാണല്ലോ ദേവി കംസൻ്റെ. അപ്പോൾ ചുമരിൽ ജയിലിൽ ഒരു കണ്ണാടി ഉണ്ടെന്ന് വിചാരിക്കുക. സാധാരണ ജയിലിൽ കണ്ണാടി ഒന്നും ഉണ്ടാവില്ല. ഉണ്ടായിക്കോട്ടെ, സൗന്ദര്യമാണല്ലോ, കാരണം സുന്ദരൻ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുന്ദരനെ വയറ്റിൽ പേറിയും കൊണ്ട് ഒരു രൂപം അതിൽ കാണുമ്പോൾ ഇല്ലേ, അങ്ങനെ നമുക്ക് സമാശ്വസിക്കാം. ചുമർ കണ്ണാടി ഒന്നാഞ്ഞു നോക്കി തന്നുടൽ മെല്ലവേ ആനന്ദമാർന്നാൾ വിശ്വാത്മാവ് ഉള്ളിലുണ്ടെന്നുറയ്ക്കയാൽ. ഇത് ആ അവസാനത്തെ പിന്നെ സെൻറ്റൻസിൽ ഒരു വാക്കുണ്ട്, ഉള്ളിൽ ഉണ്ടെന്ന് ഉറക്കണം. നമ്മുടെ ഉള്ളിൽ ചൈതന്യമുണ്ട് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റണം. സംശയം ഉണ്ടാവാൻ പാടില്ല. ഞാൻ നായരല്ലേ, അല്ലെങ്കിൽ ഞാൻ വേറെ വല്ലവനല്ലേ, എന്നിലെങ്ങനെ അത് ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണോ എന്നൊക്കെ തോന്നിയാൽ അപകട. അപ്പോൾ ചുമർ കണ്ണാടിയൊന്നാഞ്ഞു നോക്കി തന്നുടൽ മെല്ലവേ ആനന്ദമാർന്നാൾ വിശ്വാത്മാവ് ഉള്ളിലുണ്ടെന്നുറയ്ക്കയാൽ ബ്രഹ്മത്തെ ഒട്ടൊട്ടുലകിൽ പ്രകാശിപ്പിച്ചു ഭാമിനി. അതിസുന്ദരി എന്ന് തന്നെ അർത്ഥം പറയണം, ഭാമിനി എന്ന് പറഞ്ഞാൽ. ബ്രഹ്മത്തെ ഒട്ടൊട്ടുലകിൽ, ബ്രഹ്മത്തേനെയാണ് പ്രകാശിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണൻ ആരാ? സാക്ഷാൽ പരബ്രഹ്മം. അപ്പോൾ ഇത് സംസ്കൃതം നമുക്ക് അറിയൂല, മൂലം വായിച്ചു പോരുണ്ടാവും. മലയാളം നമ്മൾ വായിക്കൂല, മോശമല്ലേ. മലയാളി എന്ന് പറഞ്ഞാൽ മോശം. എല്ലാവർക്കും ഭ്രമാണ്, മൂലം വായിക്കണം. അർത്ഥം അറിയോ? അതില്ലേ. അത് കാരണം എന്താ? ലോഭം, കാമ ക്രോധ മത മത്സര ലോഭം കാരണം. ഞാൻ മോശക്കാരിയല്ല. എന്തിനാ ഈ ലോഭം? ഇല്ലാത്തതുണ്ടെന്ന് നടിക്കൽ. അതുകൊണ്ടാണ് ഉത്ഭാസിച്ചാൾ ഉപനിഷത്തുടൽ പൂണ്ടതുപോലവേ. ഉത്ഭാസിച്ചു, ഉപനിഷത്ത് ഉടൽ പൂണ്ടവേ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്നേഹം എന്നുള്ളതിനെ കാണാൻ പറ്റില്ല, ഒരു സൂക്ഷ്മമായ അവസ്ഥയാണത്. പക്ഷേ ഉപനിഷത്ത് രൂപം കൊണ്ട് അങ്ങനെ ഉണ്ടാവും. അതേപോലെ എന്ന് ഇവിടെ അർത്ഥം പറഞ്ഞു. പുതുതായൊരു സൗന്ദര്യം പൂണ്ടാളം മടവാർമണി. എന്താ പറയുക, ദേവി പുതുതായൊരു സൗന്ദര്യം പൂണ്ടാളം മടവാർമണി. അതായത് സ്ത്രീകളിൽ വെച്ച സ്ത്രീരത്നം എന്ന് അർത്ഥം പറയാം. ഭക്തിഭാവം ഉദിച്ചുള്ള മർത്യാത്മാവെന്ന പോലവേ. ഭക്തിഭാവം ഉദിച്ചുള്ള മർത്യാത്മാവ്, അതായത് ബ്രാഹ്മണൻ്റെ ക്ഷത്രിയൻ്റെ പറഞ്ഞ മർത്യനെ പറഞ്ഞുള്ളൂ. മരണം സ്വാഭാവികമായിട്ടുള്ളവൻ്റെ ആത്മാവ് എന്ന പോലെ എന്നർത്ഥം പറയാം.
എന്നിട്ടോ മുലക്കണ്ണു കറുപ്പാർന്നു. അത് ഈ സ്ത്രീകൾ പ്രസവിക്കാറാവണ സമയത്ത് ഒരു 8-9 മാസമൊക്കെ ആകുമ്പോഴും ഈ മുലയുടെ കണ്ണ് ഒരു ഓറ, ഒരു ബ്രൗണിഷ് കളറാവും സാധാരണ നിലയ്ക്ക്. പക്ഷേ ഈ പാലിറങ്ങണതിനനുസരിച്ചിട്ട് കറുപ്പാർന്ന്, മുലക്കണ്ണ് കറുപ്പാർന്ന് മുഴുബ്രഹ്മത്തെ നോക്കുവാൻ ഏതോ ദിവ്യാഞ്ജനം തേച്ചു ശീലിക്കുന്നത് പോലവേ. വ്യാസർ വിട്ടുകൊടുക്കില്ല. എന്തൊക്കെ ചമത്കാരങ്ങളാണ് പറയണത്. ഏതോ ദിവ്യജ്ഞാനം, ദിവ്യ അഞ്ജനം, കൺമഷിന്ന അഞ്ജനം എന്നുള്ളതിന് പറയാം, തേച്ച് ശീലിക്കുന്നത് പോലവേ. ഭഗവാന് സ്തന്യപാനം ചെയ്യാനുള്ള മുലഞ്ഞെട്ടുകൾ ആരോഗ്യദൃഢഗാത്രായി ഒന്ന് കറുത്തു ഉരുണ്ടാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഭാരമായി തോന്നി വാർമയിൽ ഓരോരോ ആഭരണങ്ങളും. ദേവിക്ക് ശരീരത്തിൽ ഓരോരോ ആഭരണങ്ങൾ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജയിലിൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി അതിപ്പോൾ ഇപ്പോഴത്തെ ജയിലുകളിൽ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഭഗവാന്റെ കഥയാണ് പറഞ്ഞത്. സർവാഭരണഭൂഷിതനാണ് ഭഗവാൻ. അപ്പോൾ പിന്നെ ആ ഭഗവാനെ ഉദരത്തിൽ കൊണ്ട് നടക്കുമ്പോൾ ദേവിക്ക് എന്ത് വേണമെങ്കിലും ആവാം എന്ന് കവിഭാവന. ഭാരമായി തോന്നി വാർമയിൽ ഓരോരോ ആഭരണങ്ങളും മാഹാത്മ്യമുള്ളിലുള്ളോർക്ക് പുറം മോടികൾ പോലെ. വാ ഒന്നും പറയല്ല. മാഹാത്മ്യം ഉള്ളിലുള്ളോർക്ക് പുറം മോടികൾ പോലവേ. ഈശ്വര ചൈതന്യത്തിനെ ഉള്ളിൽ ധരിക്കുക. ഞാൻ അഹം ബ്രഹ്മാസ്മിയാണ്, അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ആഭരണം പിന്നെ വേറില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? ഏതോ അപ്പോൾ പറഞ്ഞു മാഹാത്മ്യം ഉള്ളിലുള്ളവർക്ക്. മാഹാത്മ്യം ഉള്ളിലുണ്ടാവേണ്ടതേ, അല്ലാണ്ട് പുറമേക്ക് ഞാൻ ആചാര്യനാന്ന് പറയേണ്ട ആവശ്യമില്ല, എനിക്കാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഭാരമായി തോന്നി വാർമയിൽ ഓരോരോ ആഭരണങ്ങളും മാഹാത്മ്യം ഉള്ളിലുള്ളവർക്ക് പുറം മോടികൾ പോലവേ. ഉള്ളിൽ എനിക്ക് ഈ IIT ദേവീക്ഷേത്രത്തിൽ നിന്ന് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറയാണ്, ചിലപ്പോൾ പട്ടാമ്പിയെന്ന് വിളിക്കും, വത്സല ശിഷ്യ എന്നാണ് എഴുതുക. താൻ നാളെ വലിയൊരു ആചാര്യനാവും അദ്ദേഹം പറയാനോട്. പക്ഷേ എത്ര വലിയ ആചാര്യനായാലും ബ്രഹ്മശ്രീ എന്ന് വെക്കരുത് കേട്ടോ എൻ്റെ കുട്ടി, എൻ്റെ മോൻ എന്നോട് പറയാം. എന്താണെന്ന് ചോദിച്ചാൽ, കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയും ഭക്തനും ഭഗവാനും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മശ്രീ ആരാ? വളരെ താത്വികമായിട്ടുള്ള കാര്യം അദ്ദേഹം എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഭക്തനും ഭക്തിയും ഭഗവാനും കൂടി ഒന്നായാൽ പിന്നെ അവിടെ വേറെ ഒരു സല്യൂട്ടേഷൻ്റെ ഇത് വരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ബ്രഹ്മശ്രീ എന്ന് വയ്ക്കരുത്. ഇനി അത് മാത്രമല്ല, ശുഖബ്രഹ്മമഹർഷി മാത്രമേ ഉള്ളൂ ബ്രഹ്മശ്രീ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊന്നിപ്പോൾ പുതിയ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ഞാനത് അങ്ങേയറ്റം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഉള്ളിൽ മിന്നിടും ആ വസ്തു മാത്രമാം മിക്ക നേരവും വിചാര വിഷയം ബ്രഹ്മജ്ഞാനിക്കെന്നതുപോലവേ. ബ്രഹ്മജ്ഞാനി സദാസമയത്തും ഉള്ളിലുള്ള ബ്രഹ്മത്തിനെ പറ്റിയിട്ടാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള തോന്നലിലാണ് ഇരിക്കുക. അതാണ് ആനന്ദം തരാം. ഒരു എക്സ്റ്റേണൽ ഏജൻസി ഒന്നും വേണ്ട. അപ്പം എത്ര വലിയ ക്ഷേത്രത്തിൽ എത്ര വലിയ ബിംബം കണ്ടാലും നമ്മുടെ ആത്മാവിൻ്റെ റിഫ്ലക്ഷനാണ് അതിൽ കാണേണ്ടത്. അല്ലാതെ കണ്ട് ഗോവിന്ദൻ വേറെ, പിന്നെ മഹാവിഷ്ണു വേറെ, ബാലഗോപാലൻ വേറെ, ഗോപാലകൃഷ്ണൻ വേറെ, അയ്യപ്പൻ വേറെ എന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ വിചാര വിഷയം ബ്രഹ്മജ്ഞാനിക്കെന്ന പോലവേ അങ്ങിങ്ങ് രുചി തൊട്ടുള്ള ലക്ഷണങ്ങൾ തികഞ്ഞവൾ വിളങ്ങി ഭക്തി തൻ ബീജം ഉൾക്കൊള്ളും യോഗി പോലവേ. ഭക്തിയുടെ ബീജം ഉള്ളിലുണ്ടായാൽ അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. അങ്ങിങ്ങ്
രുചി തൊട്ടുള്ള ലക്ഷണങ്ങൾ തികഞ്ഞവൾ വിളങ്ങി ഭക്തിതൻ ബീജം ഉൾക്കൊള്ളും യോഗി പോലവേ. അപ്പോൾ പറയണു, ഞാനവിടെ പല നമ്പർ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകണില്ല. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി. എനിക്ക് അത്ര പറയണോ അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഈശ്വരൻ സർവജ്ഞനാണ്, സർവവ്യാപിയാണ്, നിരാകാരനാണ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും വേറൊന്നും കൂട്ടിച്ചേർക്കില്ല. അപ്പം ഇവിടെ പറയണു, ആ മട്ടിൽ ആ മഹാഭാഗ പുകഴും പൂർണ്ണഗർഭിണി. മഹാഭാഗ, വളരെയധികം ഭാഗ്യം ചെയ്തവൾ മഹാഭാഗ. പുകഴും പൂർണ്ണഗർഭിണി, പ്രസവിക്കാറായി, ഗർഭം പൂർണ്ണമായി. ശോഭിച്ചാളുലകിൻ പുണ്യവല്ലി പൂത്തതുപോലെ. ലോകത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പത്. എന്താ? ശോഭിച്ചാൾ ഉലകിൻ പുണ്യവല്ലി പൂത്തതുപോലെ. ഒരു നാൾ അവളെ കാണാൻ ചെന്നു കംസൻ മഹാബലൻ. അവിടെ മഹാഘലൻ എന്ന് പറഞ്ഞില്ല. ഘലത്വം കൊണ്ട് ഈശ്വരനെ കാണാൻ പറ്റില്ല. മഹാബലൻ ഓക്കെ. ഈ ഇവിടെ ഇപ്പോൾ ഭഗവാന്റെ അമ്മയായിട്ട് മാറിക്കഴിഞ്ഞു. ആരെ? ദേവികി ദേവി. അപ്പം ഘലൻ എന്ന് പറയില്ല, ബലൻ എന്നേ പറയുള്ളൂ. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം വായിച്ച് എൻ്റെ കണ്ണിന് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ ശബ്ദം ഉപയോഗിച്ചത്. ആ മട്ടിൽ ആ മഹാഭാഗ പുകഴും പൂർണ്ണഗർഭിണി ശോഭിച്ചാൽ ഉലകിൻ പുണ്യവല്ലി പൂത്തതുപോലെ. ഒരു നാളവളെ കാണാൻ ചെന്നു കംസൻ മഹാബലൻ. ഞെട്ടിപ്പോയി ഉള്ളിൽ മേവീടും ഹരിയെ പറ്റി ഓർക്കയാൽ. അവിടെ 2 കാര്യം പറയണം. ഒന്ന്, ദേവകി ദേവിയുടെ ഗർഭസ്ഥാവസ്ഥയിൽ വസിക്കുന്ന ചൈതന്യത്തിനെ പറ്റി അദ്ദേഹം ശോകം പൂണ്ടു. അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള ദൈവചൈതന്യത്തിനെ അറിയാതെ കണ്ട് ആ അശരീരിയിൽ പറഞ്ഞ പോലെ എൻ്റെ ശത്രുവായിട്ട് ഇവൾക്ക് 8ാമത്തെ പുത്രൻ ഉണ്ടാവുമല്ലോ, അയാളെ ഓർത്തിട്ട്. ഏത് വേണം നിങ്ങൾക്ക് സ്വീകരിക്കാം, 2 ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു നാൾ അവളെ കാണാൻ ചെന്നു കംസൻ മഹാബലൻ. ഞെട്ടിപ്പോയി ഉള്ളിൽ മേവീടും ഹരിയെ പറ്റി ഓർക്കയാൽ. ഇവനാം തീർച്ചയാണ് എന്നെ കൊല്ലാൻ വന്നിടും അന്തകൻ. യാതൊരു സംശയം ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. ഇവൻ തന്നെയാണ് എന്നെ കൊല്ലാൻ പോകുന്ന അന്തകൻ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. എന്നിട്ടോ, കൊല്ലാൻ വന്നിടും അന്തകൻ മുമ്പൊന്നും കണ്ട പോലല്ലി ഇന്നിവൾ വല്ലാത്ത മാതിരി. ഇതിൻ്റെ മുമ്പേ അലസിപ്പോയതടക്കം 7 ഗർഭാവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്ര തേജസ് ഞാൻ കണ്ടിട്ടില്ല എന്നാ. അതെങ്ങനെയാണ് കാണുക? പൂർണ്ണാവതാരത്തിനല്ലേ പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവനാം തീർച്ചയാണ് എന്നെ കൊല്ലാൻ വന്നിടും അന്തകൻ മുമ്പൊന്നും കണ്ട പോലല്ലേ ഇന്നിവൾ വല്ലാത്ത മാതിരി. ഇപ്പോൾ താൻ ഇവളെ കൊൽകിൽ എന്തേ ഞാൻ. ഒരു സംശയം ഉണ്ടായി, കൊന്നു കളഞ്ഞാളെ നമ്മളെ. ഇപ്പോൾ താൻ ഇവളെ കൊൽകിലെന്തേ ഞാൻ. വേണ്ട, നാളെയാം ഒരു പക്ഷേ നൃസിംഹം പോലവൻ പ്രത്യക്ഷമാകിലോ. എന്തുകൊണ്ടാണ് കൊല്ലാം എന്ന് പറഞ്ഞത്? നൃസിംഹം തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട് എന്ന് പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ ഈ തൂണിലുണ്ടോ? ഉണ്ടാ പറഞ്ഞു. അപ്പോൾ അതേപോലെ ഇങ്ങനെ ചാടി വന്നാൽ സംഗതി ബുദ്ധിമുട്ടാവുമല്ലോ, എന്നാൽ ഇവിടെ അങ്ങോട്ട് കൊന്നളെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മനപ്പായസം. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ താൻ ഇവളെ കൊൽകിലെന്തേ ഞാൻ. വേണ്ട, നാളെയാം ഒരു പക്ഷേ നൃസിംഹം പോലവൻ പ്രത്യക്ഷമാകിലോ. ഈ മട്ട് ഓരോ വിചാരങ്ങൾ പൊങ്ങി പൊങ്ങി വളർന്നുടൻ ഈ ചോറ് അരി തിളച്ചിങ്ങനെ പൊങ്ങുമ്പോഴാണ് അതിന് എന്താണെന്നാ പറയുക, നാഴി അരി ഇട്ടിട്ടുണ്ടെങ്കിൽ 4 ആൾക്ക് ഊണ് കഴിക്കാൻ ഉണ്ടാവും. 4 നാഴി ചോറുണ്ടാവും അല്ലേ, 4 ഇരട്ടി ഉണ്ടാവും. അപ്പോൾ ആ ചോറ് തിളച്ച് മറിയുമ്പോഴാണ് അതിന് കൂടുതൽ പുലി ഉണ്ടാവുന്നത്.
അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മട്ട് ഓരോ വിചാരങ്ങൾ പൊങ്ങി പൊങ്ങി വളർന്നുടൻ മടങ്ങിച്ചെന്നു വേഗത്തിൽ ഉടലാകെ വിയർത്തവൻ. അരമനയിൽ മടങ്ങിയെത്തിയപ്പോഴേക്കും ശരീരമൊക്കെ വിയർത്ത് ഒലിക്കാൻ തുടങ്ങി. മണി ഭിത്തികളാൽ മിന്നി തിളങ്ങും മാളികയ്ക്കകം. അപ്പോൾ കർണൻ്റെ അരമന വളരെ പ്രഗത്ഭമായ രീതിയിലുള്ളതാണ്. മണിഭിത്തികളാൽ മിന്നിത്തിളങ്ങും. പിന്നെ അത്യാവശ്യം മണികളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഭിത്തികളാൽ മിന്നി തിളങ്ങും മാളികയ്ക്കകം മണഞ്ഞു കഥ കൊട്ടാകെ അടച്ചാനെന്തുതാൻ ഫലം. ഇനി നൃസിംഹരൂപത്തിലോട്ട് അയാൾ ഇവിടേക്ക് വന്നാൽ എന്താ ചെയ്യുക? ഈ എൻ്റെ എന്താ പറയുക, കിടപ്പൻ മുറിയുടെ വാതിലൊക്കെ നിങ്ങൾ വേഗം അടയ്ക്കാൻ, ഒരൊറ്റ കുട്ടി ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല. അണഞ്ഞു കഥ കൊട്ടാകെ അടച്ചാൻ എന്തുതാൻ ഫലം. ഈശ്വരൻ വിചാരിച്ചാൽ കഥ ഒരു പ്രശ്നമാണോ? അല്ല. കൊല്ലുവാനായി പിറന്നിടും വിഷ്ണുവിൻ ദിവ്യ വിഗ്രഹം. ശരീരം, അവിടെ വിഗ്രഹം എന്നുള്ളതാണ് ശരീരം. കൊല്ലുവാനായി പിറന്നിടും വിഷ്ണുവിൻ ദിവ്യ വിഗ്രഹം. അല്ലാതൊന്നും മനക്കാമ്പിൽ തോന്നുന്നില്ല ഭയങ്കരം. അവിടെ ഒരു ഭയങ്കരം, അവിടെ മനോഹരം എന്നല്ല പറയാം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ഭക്തി പലതരത്തിലുണ്ട്. താമസ ഭക്തി, രജോഗുണ ഭക്തി, ഉത്തമ ഭക്തി. അപ്പോൾ ഈ തമോ ഗുണ ഭക്തി എന്ന് പറയുന്നതാണ് ദ്വേഷഭാവത്തിൽ ഭഗവാനെ കാണുന്നത്. അത് വേഗം ഫലം തരുന്നതാണ് ഋഷീശ്വരന്മാർ പറഞ്ഞത്. കാരണം വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പാന്ന് വിളിക്കണോ. പക്ഷേ ശത്രു മനോഭാവത്തിൽ അങ്ങനെയല്ല. ഊണിലും ഉറക്കത്തിലും ഒക്കെ ശത്രുവിനെ ഓർമ്മ ഉണ്ടാവുക. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, അപ്പോൾ പറഞ്ഞു വിഷ്ണുവിൻ ദിവ്യ വിഗ്രഹം അല്ലാതൊന്നും മനക്കാമ്പിൽ തോന്നുന്നില്ല ഭയങ്കരം. ഇരുന്നാലും കിടന്നാലും നടന്നാലും ഒരേ വിധം. ഇരുന്നാലും കിടന്നാലും നടന്നാലും ഒരേ വിധം. മോളിലും കീഴിലും തെക്കും വടക്കും നാലു കോണിലും. സർവത്ര എന്ന് പറയാം. താഴെ മീതെ ഇടം വലം മുമ്പ് പിമ്പ് കോണുകൾ. ഇരുന്നാലും കിടന്നാലും നടന്നാലും ഒരേ വിധം. മോളിലും കീഴിലും തെക്കും വടക്കും നാലു കോണിലും. പടിഞ്ഞാറു കിഴക്കെന്നില്ല എങ്ങെങ്ങും വിഷ്ണു നിൽക്കയാം. ഈ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. യാതൊന്നു കാൺമവത് നാരായണ പ്രതികൾ. ഒരു പ്രസ്താവനയുണ്ട്. കാണുന്നതൊക്കെ നാരായണ പ്രതിമകളായിട്ട് തോന്നണം നമ്മൾക്ക്. അത് അറ്റ്ലീസ്റ്റ് ഭാഗവതം പഠിച്ച് ഈ കംസൻ്റെ അവസ്ഥയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. പടിഞ്ഞാറു കിഴക്കെന്നില്ല എങ്ങെങ്ങും വിഷ്ണു നിൽക്കയാം. ശംഖചക്രഗദാപത്മങ്ങളും മായി മുന്നിലങ്ങിനെ. ഗതയാണോ ഉപയോഗിക്കുക, ചക്രമാണോ ഉപയോഗിക്കുക പറയാൻ വയ്യ. ഒക്കെ ഉണ്ട്. ശംഖുചക്രഗദാപത്മധാരിയായിട്ട് ഭഗവാൻ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്ന് ഇദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി. നമ്മൾക്കൊക്കെ തോന്നിയ എന്താ കുഴപ്പം? ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടെ തോന്നാൻ സഹായിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ കട്ടിപൂണ്ടൊരു കാർവർണം കണ്ണിൽ കാണുന്ന മാതിരി തോന്നി തുടങ്ങി കംസന് ഭയവും ഭാഗ്യഹേതുവായി. ഞാനവിടെ ഭാഗ്യഹേതുവായി എന്നുള്ളതിന് ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടിട്ടുണ്ട്. എന്താ കാരണം? ആരാണ് കംസൻ? കാലനേമി എന്നുള്ള അസുരൻ അല്ലേ? അപ്പോൾ ഭഗവാനോടുള്ള വിദ്വേഷം അറ്റ് ഇറ്റ്സ് പീക്കാവുക കാരണം ആ ഒരൊറ്റ ധാരണയുള്ളൂ. എപ്പോഴാ വിഷ്ണു വന്നിട്ട് എന്നെ കൊല്ലുക? അപ്പോൾ ഇവിടെ ജയവിജയന്മാർ ആണ് ശിശുപാലനും ദന്തഭക്തരനും, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, രാവണനും കുംഭകർണനും. പക്ഷേ ഈ ഒരു അസുരനും ഭഗവാനോട് വിദ്വേഷം വെച്ചിട്ടുള്ള വിദ്വേഷഭക്തിയാണ്. ഊണിലും ഉറക്കത്തിലും അതന്നെ കാണുന്നത്. അപ്പോൾ അതാണ് തോന്നിത്തുടങ്ങി കംസന് ഭയവും ഭാഗ്യഹേതുവായി. കട്ടിപൂണ്ടൊരു കാർവർണം കണ്ണിൽ കാണുന്ന മാതിരി തോന്നിത്തുടങ്ങി കംസന് ഭയവും ഭാഗ്യഹേതുവായി.
ഖലനെന്നിനി മേലാതായി ദേഹത്തെ മഹാപ്രഭു ഖലനെന്ന് ഇനിമേലോതായിക. ആ, ഞാൻ ഇനി ഖലനാണ് എന്നുള്ള പേരിന് അർഹനല്ല. എന്താ, ഭഗവാൻ എനിക്ക് മോക്ഷം തരാണ്. ഖലനെന്നിനി മേലോതായിക ദേഹത്തെ മഹാപ്രഭു അനുഗ്രഹിച്ച് നമ്മട്ടിൽ ഏതേതു മട്ടിലോ. നമ്മളെ ഓരോരുത്തരും ഭഗവാൻ ഏത് തരത്തിലാണ് അനുഗ്രഹിച്ചെന്നത് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ദേവകി വസുദേവന്മാരുടെ മുമ്പിൽ ആ ജാതികൾ കാരാഗരത്തിൽ, അതായത് ജയിലിൽ, കാരാഗരത്തിൽ അല്ല മഹാക്ഷേത്രത്തിൽ വന്നുടൻ. ഭഗവാൻ വരുന്ന സ്ഥലം കാരാഗൃഹമാവില്ല. എന്താവണം? ക്ഷേത്രമാവണം. അതാണ് ദേവകി ദേവന്മാരുടെ മുമ്പിൽ അജാതികളെന്ന് പറഞ്ഞാരാ? ബ്രഹ്മാവും പരമശിവനും ദേവേന്ദ്രൻ മുതലായിട്ടുള്ള ആൾക്കാർ അജാതികൾ, ജനനം ഇല്ലാത്തവരെന്ന് അർത്ഥം പറയണം. ദേവകി വസുദേവന്മാരുടെ മുമ്പിൽ അജാതികൾ കാരാകാരത്തിൽ അല്ല മഹാക്ഷേത്രത്തിൽ വന്നുടൻ. ഭഗവാൻ പറക്കാൻ പോകുന്ന സ്ഥലമാണ് അത്, കാരാഗ്രഹമല്ല. അപ്പോൾ ഞാൻ സനാതനാണ്, അനാഥനല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാവണം. ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്കും ഉണ്ടാവണം. ഇപ്പോൾ വിവാഹം കഴിച്ച് ചെറുപ്രായത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ചവർ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചവർ ഒക്കെ ഉണ്ട്. അപ്പോഴൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഞാൻ അനാഥയാണ് പറയരുത്. ഇപ്പോൾ ചില എന്താണെന്ന് പറയുക, മോഡേൺ കവിത എഴുതണവർക്ക് അങ്ങനെ ഒരു ഒരു പ്രേരണ ഉണ്ട്. അത് തെറ്റാണ്. അത് ശരിക്കും ഭക്തിയില്ലാത്ത കവികൾക്കെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞാൻ ചിലവരോട് അധികാരമുണ്ട് എന്നുള്ളവരോട് ഞാൻ പറയും, ഈശ്വരനെ നിന്ദിക്കരുത്, ഈശ്വരനെ അനുമോദിക്കൂ. കാരണം എന്താ? ഈശ്വരഹിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങളാണ്. ഞാനും നിങ്ങളും അനവരതം ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാണ്ട് ഈശ്വരൻ ആർക്കും ദുഃഖവും സുഖവും തരുന്നില്ല. ഈശ്വരൻ കർമ്മഫലങ്ങൾ തരുന്നു. അത് ടേസ്റ്റാണോ ഡിസ്റ്റേസ്റ്റാണോ എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് പറയുക? അത് ഡിസ്റ്റേസ്റ്റ് ആണെങ്കിലും ടേസ്റ്റാക്കി മാറ്റാൻ നമ്മൾക്ക് സാധിക്കണം. എന്താ? ശരീരത്തിന് ഉന്മേഷം ഉണ്ടാവും. എന്നെപ്പോലെ എപ്പോഴും ചിരിച്ചും കൊണ്ടിരിക്കാൻ പറ്റും. എന്ത് തലവേദന വന്നാലും ഓക്കെ, ഞാൻ തളരില്ല എന്നൊരു സമീപനം നമ്മൾ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ദേവകി വസുദേവന്മാരുടെ മുമ്പിൽ അജാതികൾ കാരാകാരത്തിൽ അല്ല മഹാക്ഷേത്രത്തിൽ വന്നുടൻ വിനീതരായി ഒതുങ്ങിക്കൊണ്ടത്രയും മെല്ലവേ. ഭഗവാൻ സതുർഭുജനായിട്ട് വരുമ്പോൾ നമസ്കരിക്കണം, പ്രദക്ഷിണം ചെയ്യണം, അഞ്ജലീബന്ധം ചെയ്യണം. അപ്പോൾ തൂണിൻ്റെ മറവൊക്കെ മാറി കാണത്തക്ക വിധത്തിൽ വിനീതരായി ഒതുങ്ങി കൊണ്ടത്രയും മെല്ലവേ വാസ്തുസ്തുതിച്ചാർ ഈ വണ്ണം അമ്പഴും വസുദേവനെ. സ്നേഹനിധിയായിരിക്കുന്ന വസുദേവനെയാണ് സ്തുതിക്കണത്. കാരണം എന്താ? വസുദേവൻ്റെ മകനായിട്ടാണ് കൃഷ്ണൻ പിറക്കാൻ പോണത്. അത് 30 മുതൽ 44 വരെ 14 ശ്ലോകങ്ങൾ അല്ലേ? 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 15 ശ്ലോകങ്ങൾ ഭഗവാനെ സ്തുതിക്കുകയാണ്. 45-ാം ശ്ലോകത്തോട് കൂടിയിട്ട് ഈ 4-ാം സർഗം കഴിയുകയും ചെയ്യും. അപ്പോൾ സ്തുതി നമുക്ക് നാളേക്ക് വെക്കാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.